കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടുകളിലൊന്ന് പാകിസ്ഥാനിൽ ഒരു വലിയ അട്ടിമറി നീക്കം നടക്കുന്നു. അവിടുത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ്. ഇപ്പോൾ ആ വാർത്തയ്ക്ക് കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുന്നു. ഈ സർദാരിയെ പുറത്താക്കിക്കൊണ്ട് ഭരണം പിടിക്കാൻ അസിം മുനീർ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇപ്പം നിലവിൽ അസിം മുനീറിനെ എതിർക്കുവാൻ കരുത്തുള്ള ഒരു നേതാക്കളും പാകിസ്ഥാനിലില്ല. പിന്നെയുള്ളത് ജനപ്രിയനായ ഒരു നേതാവ് ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലുമാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് അധികാരം പിടിക്കാനായിട്ട് അസിം മുനീർ ശ്രമം നടത്തുന്നത്. ഈ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. 1977 ജൂലൈ 5-നായിരുന്നു സിയ ഉൾ ഹക്ക് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടാള ഭരണം, അതായത് ഭരണം പിടിച്ചെടുത്തുകൊണ്ട് പ്രസിഡന്റായത്. അതേ മാതൃക പിന്തുടരാനാണ് ഇപ്പോൾ മുനീറിൻ്റെയും നീക്കം. അതിനിടയിൽ ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് തൻ്റെ അനുയായികൾക്ക്, PTI എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്, ആ പാർട്ടിയുടെ അനുയായികൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് വിലക്കയറ്റം, പണപ്പെരുപ്പം, സ്വച്ഛാധിപത്യം, ഇതിനെതിരെ നിങ്ങൾ തെരുവിലിറങ്ങണം എന്ന് പറഞ്ഞിരുന്നു. അത് മുതലെടുത്തുകൊണ്ടാണ് മുനീർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ക്രമസമാധാന നിലയും ആഭ്യന്തര സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ട് വലിയ നീക്കങ്ങൾ നടത്തും എന്ന് തന്നെയാണ് മുനീർ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കയുമായി അടിക്കടി മുനീർ ബന്ധപ്പെടുന്നതും മറ്റുമൊക്കെ ഇത്തരത്തിലൊരു അധികാര മാറ്റം പാകിസ്ഥാനിൽ നടക്കുന്നു എന്നൊരു സംശയം കൂടി ബലപ്പെട്ടിരിക്കുന്നു. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് പട്ടാള ഭരണം ഒരു പുതുമയുള്ള കാര്യമല്ല. കാരണം ജനാധിപത്യവും പട്ടാളവും ഭീകരരുമെല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് പാകിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് തന്നെ പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.